സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിൽ ലഹരിയുടെ ഉപഭോഗം വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. ഒരു യുവജന സംഘടനാ പ്രവർത്തകർ എന്ന നിലയിൽ അതിനുള്ള വലിയ ആശങ്ക നമുക്കെല്ലാവർക്കുമുണ്ട്. സ്കൂളുകളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി മാറുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള പദ്ധതി വിമുക്തിയാണ്. കുട്ടികൾ ഡിസൈൻഡ് ഡ്രഗ്സിൽ നിന്ന് സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സിലേക്ക് മാറുമ്പോൾ വിമുക്തിയെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ വിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് വകുപ്പും ചേർന്ന് നടത്തുന്ന കൂടുതൽ കാലികമായ എന്തെങ്കിലും പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ? യുവജന സംഘടനാ പ്രവർത്തകരെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിലവിൽ നടത്തിയ പദ്ധതികളുടെ കാര്യക്ഷമതാ റിപ്പോർട്ട് ലഭ്യമാണ്. മിനിസ്റ്റർ, നിലവിലെ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പും യുവജനക്ഷേമ വകുപ്പുമായി കൂടിയാലോചിച്ചുള്ള പദ്ധതികൾക്ക് രൂപവും ഭാവവും നൽകിയിട്ടുണ്ട്. ഭാവിയിൽ കൂടുതൽ കാര്യങ്ങൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ സർ, വിമുക്തി എന്നുള്ളത് മികച്ച ഒരു പദ്ധതി തന്നെയാണ്. പക്ഷെ അതിനോട് നമ്മുടെ സ്പോർട്സിനെയും കൂടെ സംയോജിപ്പിച്ച് കുട്ടികളെ ആ തരത്തിലേക്കൊന്നൊരു ഡൈവേർഷൻ, അവരുടെ എനർജി ഡൈവേർഷനെ കുറിച്ചുകൂടി സർക്കാർ ആലോചിക്കുന്നുണ്ടോ? അങ്ങക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? അങ്ങ് സൂചിപ്പിച്ചത് ശരിയാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂട്ടിച്ചേർന്ന് നടത്തുന്ന യോയിൻ ക്യാമ്പയിൻ ഈ കാര്യം വന്ന് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. സ്പോർട്സിൻ്റെ മേഖലയിൽ തന്നെ വ്യാപകമായ രൂപത്തിൽ ഇത് സംബന്ധിച്ച നല്ല പ്രചരണം തുടങ്ങിയിട്ടുമുണ്ട്. അത് കൂട്ടിച്ചേർത്ത് നമുക്ക് ഭാവിയിൽ ഏറ്റെടുക്കാവുന്നതാണ്. ഒരിക്കൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരികയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ 2 തലങ്ങളിലായി ജനകീയ ക്യാമ്പയിനുകൾ ആരംഭിച്ച ഒരു വലിയ വിഷയമാണ്. സാർ, ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ നിയോജകമണ്ഡലമായ പേരയത്ത് അമ്മയെയും മുത്തശ്ശനെയും ഒരു കുട്ടി അടിച്ചു കൊന്നു. അവൻ ലഹരിക്ക് അടിമയായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ നിയോജകമണ്ഡലത്തിൽ ആണ് 3 ആളെ ഒരാൾ കൊലപ്പെടുത്തിയത്. അയാൾ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നു. താമരശ്ശേരിയിൽ മകൻ അമ്മയെ കൊന്നതും കഴിഞ്ഞ ആഴ്ചയാണ്. അയാൾ ലഹരിക്ക് അടിമയായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് അച്ഛനെ കൊന്നു. ഈ നിലയിൽ വല്ലാത്ത പിടിവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഈ ചെറുപ്പക്കാരിലെ കുട്ടികളിലെ ലഹരി വ്യാപനം വലിയൊരു പ്രശ്നമായി, സാമൂഹ്യ പ്രശ്നമായി നിൽക്കുകയാണ്. സാർ, അപ്പോൾ എക്സൈസ് നടത്തുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ മറ്റു വകുപ്പുകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മറ്റു വകുപ്പുകളുമായി ചേർന്ന് വലിയ തോതിലുള്ള ഒരു 3ാം ഘട്ട ക്യാമ്പയിനും കൂടി സംസ്ഥാനത്ത് ജനകീയമായി തന്നെ ഞങ്ങളെല്ലാം പ്രതിപക്ഷത്തിൻ്റെ എല്ലാ പിന്തുണയും ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്യുകയും ഞങ്ങൾ തരികയും ചെയ്തതാണ്. അത് ആരംഭിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി ഇക്കാര്യത്തിൽ ഗൗരവമായ ഒരു സമീപനം ഉണ്ട്. അത് കൂടുതൽ വർദ്ധിപ്പിക്കണമെന്നൊരു റിക്വസ്റ്റ് ഈ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് വയ്ക്കുകയാണ്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യമായി ആലോചിക്കുകയും വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, പോലീസ് ഇവരെല്ലാം കൂടി ചേർന്ന് സംയുക്തമായുള്ള ക്യാമ്പയിൻ വിമുക്തി എന്ന പേരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് നടത്തിവരികയാണ്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച നല്ല രൂപത്തിലുള്ള പരിശോധനകളും ഇടപെടലും ക്യാമ്പയിനും ശക്തിപ്പെടുത്താൻ ഇനിയും മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷം ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുമായി ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനോട്